ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പോയ യാത്രയായിരുന്നു ഗോവയിലേക്ക്. ടിക്കറ്റുകൾ ആ സമയം അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തത്കാൽ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. 7:30 കയറിയ ട്രെയിൻ രാവിലെ 4:35 കൂടിയാണ് മഡ്ഗോർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. റെന്റ് സ്കൂട്ടി എടുത്തിട്ട് കറങ്ങാനായിരുന്നു ഞങ്ങൾ പ്ലാൻ. എന്നാൽ 6 മണിക്ക് ശേഷം റെന്റ് സ്കൂട്ടികൾ അവൈലബിൾ ആകൂ എന്ന് നമുക്ക് അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. സ്റ്റേഷന്റെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മളടുത്ത് ഒരുപാട് ആൾക്കാർ വരും റെന്റ് സ്കൂട്ടറിന് വേണ്ടിയിട്ട്. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു വണ്ടി എടുക്കാതെ 2-3 ആൾക്കാരോട് സംസാരിച്ചിട്ട് ബാർഗെയിൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല റേറ്റ് നിങ്ങൾക്ക് വണ്ടി കിട്ടും. നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 800-1000 രൂപയായിരുന്നു. എന്നാൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് 600 രൂപക്ക് ഒരു നല്ലൊരു വണ്ടി കിട്ടി. 2 ദിവസത്തേക്കാണ് ഞങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ദിവസത്തേക്കുള്ള 1200 രൂപയും അത് കൂടാതെ ഒരു കോഷൻ ഡെപ്പോസിറ്റ് പോലെ ഒരു 1000 രൂപയും നമ്മൾ എക്സ്ട്രാ നൽകേണ്ടി വരും. അത് വണ്ടി നമ്മൾ തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് ആ 1000 രൂപ നമുക്ക് തിരിച്ചു നൽകും. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റും നമ്മളെ ഹോട്ടലിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. പറയാതിരിക്കാൻ വയ്യ, ഇവിടുത്തെ റോഡുകൾ അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി എടുത്തു പോകുന്ന സമയത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരില്ല.